2024 ആ രാത്രിയിൽ പുലരിയെ പ്രതീക്ഷിച്ച് കിടന്നുറങ്ങിയവർ ഉണർന്നത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട മഹാഭീതി വിതച്ച ദുരന്തത്തിലേക്കാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം മണ്ണിനടിയിലായ വയനാട്ടിലെ ജനം മരവിച്ച് നിന്നുപോയ ദിനം. സ്വപ്നങ്ങൾ പടുത്തുയർത്തിയ ചുവരുകൾ വെറും മൺകൂനകളായി മാറിയ ദിനം. ഒന്ന് കൈവച്ച് സമാധാനിപ്പിക്കാൻ കുടുംബത്തിൽ ഒരാൾ പോലും ബാക്കിയില്ലാത്ത വിധം പ്രളയം തുടച്ചു നീക്കി. ഹൃദയം നുറുങ്ങി നിസ്സഹായതയോടെ ആ ജനത വിതുമ്പി നിന്നു. കണ്ണീർ വീണ ആ മണ്ണിലേക്ക് ആശ്വാസത്തിന്റെ തൂവലുമായി ജംഇയ്യത്ത് കടന്നുവന്നു. 2018 മഹാപ്രളയത്തിൽ കേരളത്തിലുടനീളം ഓടിയെത്തിയ അതേ സേവന സന്നദ്ധതയുമായി. പ്രളയവുമായി ബന്ധപ്പെട്ട് ജമീയത്തുൽ ഹിന്ദ് ശരിക്കും കേരളത്തില് പ്രളയത്തോടനുബന്ധിച്ച് ഒരുപാട് സേവനങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ അവസാനത്തിൽ നമ്മൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി വെക്കുകയും 100ഓളം വീടുകൾ നമ്മൾ ടാർഗറ്റ് ചെയ്തു വർക്കുകൾ തുടങ്ങി. ഏകദേശം 22 വീടുകൾ നമ്മൾ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ നമ്മൾ താക്കോൽദാനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മൗലാന മഹമ്മദ് മദനി സാഹിബ് വരുന്നുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ സ്വീകരണവും അതേപോലെ തന്നെ അദ്ദേഹത്തിനോടനുബന്ധിച്ച് ഒരു താക്കോൽദാനം നടത്തപ്പെടുകയാണ്. 2021 ഒക്ടോബറിൽ കൂട്ടിക്കലിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഉരുൾപൊട്ടൽ ഉണ്ടായി. അധികം വൈകാതെ ജംഇയ്യത്ത് ആ ദുരന്തഭൂമിയിലും കർമ്മനിരതരായി. ജംഇയ്യത്ത് 240 ബെഡുകൾ, വീട്ടുപകരണങ്ങൾ അടങ്ങിയ 40 പാത്രസെറ്റുകൾ, 36 ഗ്യാസ് സ്റ്റൗകൾ, 7 മോട്ടോർ പമ്പുകൾ, 20 വാട്ടർ ടാങ്കുകൾ തുടങ്ങിയവ ജംഇയ്യത്ത് മുഖേന ദുരിതബാധിതർക്ക് കൈമാറി. ദുരന്തത്തിൽ കടകൾ നശിച്ചുപോയ 12ഓളം പേർക്ക് ധനസഹായം നൽകാനും ജംഇയ്യത്തിന് സാധിച്ചു. വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ച് 5ാം ദിനം ജംഇയ്യത്തിന്റെ പ്രതിനിധികൾ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും നാശനഷ്ടങ്ങളെപ്പറ്റി വിലയിരുത്തുകയും ചെയ്തു. വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ച് 6ാം ദിനം കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജംഇയ്യത്ത് പ്രത്യേക ഓഫീസ് തന്നെ വയനാട്ടിൽ തുറന്നു. പിന്നീട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അത്യാവശ്യ സാമഗ്രികളും മറ്റും വിതരണം ചെയ്തുകൊണ്ട് ജംഇയ്യത്ത് ആ ജനതയ്ക്ക് ആത്മവിശ്വാസം പകർന്നു. പക്ഷേ ഭക്ഷണത്തിനും വസ്ത്രത്തിനും മറ്റ് സാധന സാമഗ്രികൾക്കും അപ്പുറം അവർക്ക് തലചായ്ക്കാൻ ഒരിടം വേണമായിരുന്നു. നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ വീണ്ടും തുന്നിച്ചേർക്കാൻ ജംഇയ്യത്ത് ഒരു പുതിയ ദൗത്യം ഏറ്റെടുത്തു: വീടുകളുടെ നിർമ്മാണം. നിശ്ചയദാർഢ്യത്തോടെയും ദീർഘവീക്ഷണത്തോടെയും ജംഇയ്യത്ത് വീടുകളുടെ നിർമ്മാണത്തിന് തറക്കല്ലിടൽ നിർവഹിച്ചു. കൃത്യമായ ഇടവേളകളിൽ നേരിട്ടെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിൽ ജംഇയ്യത്ത് പ്രതിനിധികൾ കണിശത പുലർത്തി.
ഭവന നിർമ്മാണം മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായില്ല. നിർഭോജിതമായി ഇഫ്താർ സംഗമം നടത്തിയും റമളാൻ കിറ്റ് വിതരണം ചെയ്തും ഓണക്കാലത്ത് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തും മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന കൂരകൾക്ക് ടാർപ്പായ വിതരണം ചെയ്തും ജംഇയ്യത്ത് വയനാടിനൊപ്പം നിന്നു. ഒടുവിൽ പ്രാർത്ഥനകളുടെയും പ്രതിസന്ധികളിൽ മുട്ടുമടക്കാത്ത ആത്മധൈര്യത്തിന്റെയും ഫലമായി 11 സ്വപ്ന സൗധങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. بضع رسالات